ഞാനൊരു ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുകയാണ്. സക്സസ്, ഈ PSC അല്ലെങ്കിൽ UPSC പരീക്ഷയിൽ വിജയം എന്ന് പറയുന്നത് ഏറ്റവും ടാലന്റ് ആയ അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ടാലന്റ് അല്ലെങ്കിൽ നല്ല ഇന്റലിജൻസ് ഇതൊക്കെ സെക്കൻഡറി ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊക്കെ സെക്കൻഡറി ആണ്. യൂണിവേഴ്സിറ്റി എക്സാംസിന് ഇത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ മുൻപ് നിങ്ങൾക്ക് വേണ്ടത് സ്ട്രാറ്റജിയാണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ഫസ്റ്റ് റാങ്ക്, ഒരു പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് അടിക്കുന്ന വ്യക്തിയേക്കാൾ നല്ല നോളജും നല്ല വിവരവും നല്ല ടാലന്റും ഉള്ള ആൾക്കാർ പുറത്തുണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് ഫസ്റ്റ് റാങ്ക് അടിക്കാൻ പറ്റുന്നില്ല? പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിയാണ്. എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നുള്ള അറിവ്. പിന്നീട് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ്. നിങ്ങൾ എത്ര പഠിച്ചിട്ട് പോയാലും എക്സാം ഹോളിൽ ഇരിക്കുന്ന ആ കുറച്ച് മണിക്കൂറുകൾ, ആ മണിക്കൂറുകളാണ് നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പഠനത്തിന്റെ റിസൾട്ട് വരേണ്ടത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം പഠിച്ചെന്ന് പറയുന്ന കാര്യമില്ല, ആ കുറച്ച് സമയം എക്സാം ഹോളിൽ നിങ്ങൾ എത്രത്തോളം അടിപൊളിയായി പെർഫോം ചെയ്യുന്നു അതനുസരിച്ചാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരിക. അതുകൊണ്ടാണ് പറയുന്നത് ടാലന്റും ഇന്റലിജൻസിനേക്കാൾ ഒക്കെ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ കാര്യം വലിയ അവസരമാണ് ഡിഗ്രി ലെവലിൽ PSC വരാൻ പോകുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം വരുന്നു, എക്സൈസ് ഇൻസ്പെക്ടർ പുറമെ വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ 2026 ഇലക്ഷന്റെ സമയമാണ്, മാസ് റിട്ടയർമെന്റ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഇനി അടുത്ത കാലത്ത് PSC എന്നാ വരും നമുക്ക് പറയാൻ പറ്റില്ല. മാക്സിമം നന്നായിട്ട് ഗ്രാബ് ചെയ്യുക. ഈ ഒരു ക്ലാസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഓറിയന്റേഷൻ ക്ലാസിന്റെ പർപ്പസ് തന്നെ അതാണ്. നിങ്ങളിപ്പോ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നമ്മുടെ ബാച്ചിലെ വിദ്യാർത്ഥിയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബാച്ചിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. കാര്യം കറക്റ്റ് ഗൈഡൻസ്, റൈറ്റ് ഗൈഡൻസ് ആണ് നമ്മൾ എത്രത്തോളം പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നു ഇല്ല എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ വർഷം പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും PSC റാങ്ക് ലിസ്റ്റിലേക്ക് വരാം. അത്ര വലിയ ഡിഫിക്കൽട്ടായ കോംപ്ലിക്കേറ്റഡ് പരീക്ഷ അല്ല PSC. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് നേടിയെടുക്കണമെങ്കിൽ റൈറ്റ് ഗൈഡൻസ് വേണം. അപ്പൊ ആ ഒരു ഗൈഡൻസ് ആയിരിക്കും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ക്ലാസ്സിന്റെ അവസാനം ചോദിക്കാൻ, നമുക്ക് അതൊക്കെ അഡ്രസ് ചെയ്യാം. മനസ്സിലായല്ലോ? എനിക്ക് ഇതിന്റെ മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട ടെക്നിക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റജിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു കൺഗ്രാറ്റ്സ് പറയണമെന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് അറിയാലോ, അടുത്ത വർഷമാണ് ഈ പരീക്ഷ വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കലണ്ടർ നോക്കിക്കൊണ്ടിരിക്കുക, അടുത്ത വർഷമേ ഉള്ളൂ അടുത്ത വർഷമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ റെഡിയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക. കാര്യം മറ്റുള്ളവർ ഉഴപ്പി നടക്കുമ്പോൾ നിങ്ങൾ പഠിക്കാൻ റെഡിയായിട്ട് ആ ഒരു മനസ്സോടുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പം അത് തന്നെ നല്ലൊരു സൂചനയാണ് പഠിച്ചു തുടങ്ങി എന്നുള്ളത്. ഇപ്പം നേരത്തെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് എപ്പോഴും ലാൻഡ് ചെയ്യാറുള്ളത്. നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ഇനി മൂന്നാമത്, ഞാൻ രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു. മൂന്നാമതായി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് നിങ്ങൾ ആലോചിക്കുക, അവസാനം അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ചോദ്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ഇങ്ങനെ സക്സസ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന, അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ, അതോ നിങ്ങൾക്ക് സ്വന്തമായി ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് കയറണം എന്നത് തീവ്രമായ ആഗ്രഹമുള്ള വ്യക്തിയാണോ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം പല കാൻഡിഡേറ്റ്സിനും നല്ല ബ്രൈറ്റ് ആണ്, വളരെ അടിപൊളി കാൻഡിഡേറ്റ്സ് ആണ്. പക്ഷെ അവരിങ്ങനെ എന്താ പറയാ കൃത്യമായിട്ടുള്ള പാറ്റേണിൽ പഠിക്കുന്നില്ല. ഒരു PSC കുറ്റം പറഞ്ഞ് നടക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിന് കുറ്റം പറഞ്ഞ് നടക്കുന്നു. അതേസമയം മറ്റുള്ളവർ റാങ്ക് ലിസ്റ്റിലേക്ക് കയറി ജോലി കിട്ടി പൊക്കോണ്ടിരിക്കുകയാണ് ഇതിന് സമാന്തരമായിട്ട്. മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്? യെസ്, എന്ത് വില കൊടുത്തും എങ്ങനെയാണെങ്കിലും പഠിച്ചൊരു ജോലിയിലേക്ക് എത്തുക, റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരുത്തുക. ഇതാണ് മറ്റേ കാറ്റഗറിയുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിയാണെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. PSC പല ന്യൂനതകളും ഉള്ള ഒരു പരീക്ഷാ സമ്പ്രദായമാണ് PSC-യുടെ. ലോകത്ത് ഒരു പരീക്ഷാ സമ്പ്രദായം പെർഫെക്റ്റ് അല്ല, PSC പെർഫെക്റ്റ് അല്ല. പക്ഷെ ആത്മാർത്ഥമായി പഠിക്കുന്ന സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ PSC ജോലി കൊടുത്തായിട്ടാണ് എനിക്കറിയാവുന്നത്. ഇപ്പൊ എന്റെ പരിചയത്തിൽ കറക്റ്റാക്കി നല്ല രീതിയിൽ കറക്റ്റ് ഗൈഡൻസിൽ PSC പഠിച്ചിട്ടുള്ള ആൾക്കാർ, അതായത് കറക്റ്റ് ഓറിയന്റേഷനിൽ PSC പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ജോലി കിട്ടി പോയിട്ടുണ്ട്. ഉഴപ്പി അടിച്ചിരിക്കാനാണ് പ്ലാനെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ഉഴപ്പിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഞാൻ ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കണം. നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് അത് വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റഡീസിനെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, നമുക്ക് നേരെ ക്ഷമിക്കുക, എനിക്ക് ചെറിയൊരു ചുമയുണ്ട്, അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. മാക്സിമം ലൗഡായിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കാം. യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവുക.
ചാനൽ ഡെയിലി രാവിലെ ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പറയുക, ഒരു ലോങ് ഇൻട്രൊഡക്ഷൻ ആണെന്ന് എനിക്ക് അറിയാം, എന്നാലും സാരമില്ല, പറയേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. നമുക്കിനി നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. സ്ട്രാറ്റജി അതാണല്ലോ വേണ്ടത്. കാര്യം യുദ്ധഭൂമിയിൽ PSC പരീക്ഷ എന്ന് യുദ്ധഭൂമിയാണ്. യുദ്ധഭൂമിയിൽ ഏറ്റവും വലിയ സൈനിക ബലമുള്ള ആളല്ല ജയിക്കുന്നത്, പകരം ഏറ്റവും നല്ല തന്ത്രമുള്ള ആള്, സ്ട്രാറ്റജി ഉള്ള ആൾ. അതാണ് ചാണക്യനും മാക്യുവെല്ലിയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ ആ സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് പോകണം. അത് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് എങ്ങനെ പഠിച്ചു തുടങ്ങാം. എക്സാം ഹോളിന് വേണ്ടി പഠിച്ചു തുടങ്ങാം, അതാണ് എനിക്ക് പറയുന്നത്. പണ്ഡിതനാവാൻ വേണ്ടി പഠിക്കണ്ട, കുറെ നോളജ് നേടാൻ വേണ്ടി അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. എക്സാം ഹോളിൽ ആ 1 മണിക്കൂർ, 1.5 മണിക്കൂർ പെർഫോം ചെയ്യാൻ വേണ്ടി വേണം നിങ്ങൾ പഠിക്കാൻ. അതിനർത്ഥം ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. വാരി വലിച്ച് കയ്യിൽ കിട്ടുന്ന എല്ലാ മെറ്റീരിയൽസും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഹോൾ നിങ്ങൾക്ക് വേണ്ട ഒരു സ്പെസിഫിക് ഫാക്ട് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എങ്ങനെ പഠിച്ചു തുടങ്ങണം? പ്രാക്ടിക്കലായി പഠിച്ചു തുടങ്ങണം. നാളെ മുതൽ ഒരു 12 മണിക്കൂർ അങ്ങ് ഇരുന്നേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ മടുത്തു പോകും. പക്ഷെ സിസ്റ്റമാറ്റിക് ആയി സിലബസ് തീരുന്നത് പോലെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കും എന്നുള്ളൊരു പ്രോമിസ് സ്വയം കൊടുക്കാം. അപ്പൊ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ്, ഇപ്പൊ നിങ്ങളിപ്പോ ബിഗിനർ ആണ്, നമ്മുടെ ക്ലാസ്സിൽ കുറെ PSC പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികളുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്തും അല്ലെങ്കിൽ ഓൾറെഡി PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ പറയാനുള്ളത്, ഡെയിലി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ PSC പഠനം ആരംഭിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ വരുന്നതായിട്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ജോബ്, ഡിഗ്രി ലെവലിൽ നല്ലൊരു അടിപൊളി ജോലി, നല്ല പ്രൊമോഷനും നല്ല സാലറിയും ഒക്കെ ഉള്ള, അപ്പൊ കമ്പനി ബോണ്ട് അതാണ് KSF അസിസ്റ്റന്റ്, നല്ല ശമ്പളമാണ്, സെക്രട്ടറി ടെസ്റ്റിന് ശമ്പളമാണ് അവർക്ക്, മനസ്സിലായില്ലേ, ട്രാൻസ്ഫർ കിട്ടും. അപ്പൊ അത്രയും നല്ല ജോലികളിലേക്ക് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേര് വരുന്നത് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. അപ്പൊ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ പേരൻസിന് ഉണ്ടാവുന്ന ഒരു അഭിമാനം അല്ലെ, ഒരു നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്ന ആ സമയത്ത് പേരൻസിന് ഉണ്ടാവുന്ന ഒരു അഭിമാനം, ആൾക്കാർ നിങ്ങളെ നോക്കി കാണുന്ന രീതി, ഓക്കെ അയാള് റാങ്ക് ലിസ്റ്റ് എത്തി, ടോപ്പ് റാങ്കിലേക്ക് എത്തി, അപ്പൊ ആൾക്കാർ നോക്കി കാണുന്ന രീതി, ഇതൊക്കെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ. കാര്യം എനർജി ഇൻ മോഷൻ ആണ് ഇമോഷൻ എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഇമോഷണൽ ആയിട്ട് പഠിച്ചു തുടങ്ങിയ ഒരു ഉള്ളിൽ ഒരു ത്വര വരും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, മോട്ടിവേഷന് പരിമിതിയുണ്ട്. തുടക്കം കിട്ടാൻ മോട്ടിവേഷൻ നല്ലതാണ്, പക്ഷെ നമുക്ക് 24 hours മോട്ടിവേറ്റഡ് ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ആത്മാർത്ഥമായിട്ടുള്ള സിസ്റ്റംസും ടൂൾസും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഇത്ര മണിക്കൂർ ഞാൻ ഇന്ന് പഠിക്കുക എന്നുള്ള കാര്യം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞത് വിഷ്വലൈസ് ചെയ്യാം, അത് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിവേഷൻ കുറച്ച് കുറവാണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇരുന്ന് പഠിച്ച് പൊക്കോളും. കാരണം നമ്മുടെ ജീവിതമാണ് ഇത് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. മനസ്സിലായല്ലോ. അപ്പൊ എന്തിനാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്? ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയ ലൈഫിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലൊരു സ്ഥാനത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും വേണ്ടിയാവാം. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഒരു ദിവസത്തെ പഠനം നിങ്ങൾ ആരംഭിക്കാൻ. ഇതിന് രാവിലെ പഠിക്കുന്നതിന് മുമ്പ് ഒരു 10-30 സെക്കൻഡ് ഈ ഒരു വിഷ്വലൈസേഷന് വേണ്ടി ചിലവാക്കുന്ന ഒരു നഷ്ടമില്ല. ഞാൻ ചെയ്തിട്ടുള്ള പണിയാണിത്, ഞാൻ പല സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുത്തിട്ടുള്ള പരിപാടിയാണിത്. ഭയങ്കര രീതിയിൽ ഇമ്പാക്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ സക്സസ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കാം. ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഒരു ജേർണി, PSC ഈ ഒരു യാത്രയെ സംബന്ധിക്കുന്ന ചില ട്രൂത്തുകൾ, സത്യങ്ങളാണ്. ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കലണ്ടർ നോക്കുമ്പോഴേക്കും അടുത്ത വർഷമേ ഉള്ളൂ, സമയമുണ്ട് എന്നുള്ള ചിന്തയുണ്ട് ചില ആൾക്കാർക്ക്. ചില ആൾക്കാരുടെ ചിന്ത അങ്ങ് കിടക്കല്ലേ ഇപ്പോഴേ പഠിക്കണോ എന്നൊക്കെയുള്ള ചിന്തയാണ്. അല്ലെങ്കിൽ അടുത്ത വർഷത്തെ പരീക്ഷയില്ല, അതൊക്കെ കുറെ സമയം കഴിഞ്ഞിട്ടല്ലേ ജോലി കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഇതിന് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള ചിന്തയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു ചലഞ്ചിങ് ആയ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ PSC എക്സാം, അത് പഠിച്ച പാസ് ചലഞ്ചിങ് ആണ്. നമ്മുടെ തലച്ചോറ് അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ പല മാർഗങ്ങളും കണ്ടെത്തും. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ തലച്ചോറ് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു അവയവമാണ്. അപ്പോ അത് നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് പല രീതിയിലും അത് നമുക്ക് സ്റ്റോറീസ് പറഞ്ഞു തരും. പക്ഷെ അതിനെ ഒക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യാം. എന്താണ്? വിഷ്വലൈസ് ചെയ്യാം, കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ എന്തിനാണ് ചെയ്യുന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവാം. അപ്പം ആ ഒരു കാര്യം മനസ്സിലിരിക്കാം. ഇത് ത്രൂ ഔട്ട് നിങ്ങളുടെ ജേർണിയിൽ, PSC യാത്രയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു മറ്റ് കാൻഡിഡേറ്റ്സ് അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ല, നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ ഒരു വോയിസ്, അയ്യോ പഠിക്കണം, അല്ലെങ്കിൽ മാത്സ് പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, ഗവർണൻസ് പഠിക്കണം, ഇതൊക്കെ പറ്റുമോ പറ്റില്ല എന്നുള്ള ആ ഒരു വോയിസിനെ സർപ്രസ് ചെയ്യുക.
നിങ്ങൾ മറ്റാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് മാത്രം കോമ്പീറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എക്സാമിൽ ടോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ ഒരു യുഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മെറ്റീരിയൽസും, എല്ലാ PDF, എല്ലാ മെറ്റീരിയൽസും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പുറത്ത് കിട്ടും. പക്ഷേ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. നിങ്ങൾ അങ്ങനെ പഠിക്കുന്നെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഒരു വിഷയത്തിന് 1-2 സോഴ്സ്, അതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനേ പാടില്ല. കാര്യം കണ്ടന്റിന്റെ ഓവർലോഡ് ആണ്. ഇപ്പൊ ടെലിഗ്രാം നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും നമുക്ക് ഇഷ്ടം പോലെ PDF, ഇഷ്ടം പോലെ നോട്ട്സ്, വെബ്സൈറ്റുകൾ ഇഷ്ടം പോലെ കിട്ടും. ഇത് പണ്ടുള്ള സിറ്റുവേഷനുകൾ ഡേഞ്ചറസ് ആണ്. പണ്ട് മെറ്റീരിയൽസ് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ പിള്ളേർ എന്ത് ചെയ്യും? റാങ്ക് ഫയൽ പഠിക്കും, റാങ്ക് ഫയൽ ചോദ്യം നൽകി വരിക, സെറ്റായി. പക്ഷെ ഇപ്പം ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ എവിടുന്നാണ് ചോദ്യം വരുന്നത്, അല്ലെങ്കിൽ എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, മറ്റേ ബിന്ദു പഠിക്കേണ്ട അവസ്ഥയാവും. CD മ്യൂസിക് അത്, അയ്യോ എന്റെ ഫ്രിഡ്ജ്, അയ്യോ എന്റെ TV എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാം വാരി വലിച്ച് പഠിക്കാൻ നോക്കും. ഇത് നമ്മൾ ബാക്ക് ഫയർ ചെയ്യും. ഇപ്പം ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫിയുടെ സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ വാരി വലിച്ച് കണ്ട എല്ലാ PDF പഠിക്കില്ല. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട PDF ഏതാണ്, അല്ലെങ്കിൽ അത്യാവശ്യം പ്രീവിയസ് ഇയർ ചോദ്യങ്ങള് കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള PDF അതങ്ങ് പഠിക്കാം. ഈ ആ ഒരു നോട്ട് പഠിക്കാം. അതല്ലാതെ കയ്യിൽ കിട്ടുന്ന എല്ലാം സേവ് ചെയ്ത് എല്ലാം പ്രിന്റ് എടുത്ത് എല്ലാം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി പാളും. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുവാണെങ്കിൽ ഞങ്ങൾ ക്ലാസ് നോട്ട്സ് മാത്രം പഠിക്കാം, പുറത്തുനിന്നും പഠിക്കാതിരിക്കാം. കാര്യം പിന്നെ നമുക്കത് ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ക്ലാസ് നോട്ട്സ് തന്നെ അത്രയും ഡീപ്പായിട്ടുണ്ട്. അതിന് കൂടുതൽ അഡീഷണൽ നോട്ട്സ് പുറത്തുനിന്നും കൂടെ പഠിക്കാന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എക്സാം ഹോളിൽ ഒരു 1.5 മണിക്കൂറിന് വേണ്ടി അല്ലെങ്കിൽ 1.25 മണിക്കൂറിന് വേണ്ടിയിട്ട് വേണം നമ്മൾ തയ്യാറെടുക്കാൻ. ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കിട്ടുന്ന എല്ലാ മെറ്റീരിയൽസും വാരി വലിച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങളത് ചെയ്യണം. പക്ഷെ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോ നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ UPSC പറയുന്ന കാര്യമാണ്, നിങ്ങൾ ബുക്ക് കളക്ടർ ആവണ്ട, ഡിസ്ട്രിക്ട് കളക്ടർ ആയാൽ മതി എന്ന് പറയുന്ന പോലെ നിങ്ങൾ PDF കളക്ടേഴ്സ് അല്ലെങ്കിൽ ബുക്ക് കളക്ടേഴ്സ് ആവണ്ട, പകരം നല്ലൊരു ബ്യൂറോക്രാറ്റ് ആയാൽ മതി, അല്ലേ? യെസ്. പിന്നെ നിങ്ങൾ ഈ ഒരു യാത്രയിൽ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും ഒന്ന് ആലോചിക്കാം, ഫ്യൂച്ചർ സെൽഫ് നിങ്ങളെ താങ്ക് യു എന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ പേര് ഓക്കെ രാജൻ എന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഒരു 10 കൊല്ലത്തിന് ശേഷമുള്ള രാജൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ രാജന്റെ അടുത്ത് താങ്ക്സ് പറയോ അതോ ചീത്ത വിളിക്കോ? അത് മാത്രം ആലോചിച്ചാൽ മതി. ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കാം. പിന്നെ പല ആൾക്കാരും ഹെൽത്ത് കോംപ്രമൈസ് ചെയ്താൽ പഠിക്കുന്നത്. കുത്തിരുന്ന് പഠിക്കും, പഠിച്ച് നടുവും പോവും, മുതുവും പോവും, എല്ലാം പോവും. പക്ഷെ ആ വ്യക്തി ഡെയിലി ഒരു 10 മിനിറ്റ് എങ്കിലും ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്തിരുന്നെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പൊ മറ്റൊരു ഡേഞ്ചറസ് ട്രെൻഡ് പല ആൾക്കാരും ഈ പറയുന്ന പോലെ ഇത് വളരെ ഹെക്ടിക് ആയിട്ടുള്ള യാത്രയാണിത്. അപ്പൊ അവിടെ ലഹരിയിലേക്ക് മാറും. സിഗരറ്റ് വലി, വെള്ളവടി, പല പ്രശ്നം. നിങ്ങളുടെ 10 years ഫ്രം നൗ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളെ ഈ ഡിസിഷൻ എടുത്തതിന്റെ പേരിൽ ശപിക്കോ അതോ നിങ്ങൾ താങ്ക്സ് പറയുന്നുള്ള ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഏത് ഡിസിഷൻ എടുക്കുന്നതിനും, ഈ അക്കാഡമിക് ഏത് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അതിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയിട്ട് മാത്രം ആ ഡിസിഷനിലേക്ക് പോവാം. ഡൗട്ട് തോന്നുകയാണെങ്കിൽ അതിനർത്ഥം ആ ഡിസിഷൻ ഒരുപക്ഷെ റൈറ്റ് ആയിരിക്കില്ല എന്നായിരിക്കും. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇനിയാണ് നമ്മൾ തുടക്കത്തിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഫിലോസഫി സെറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ഉദ്യമത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഐഡിയോളജി സെറ്റ് ചെയ്യണം. അതിന് ശേഷമായിരിക്കണം സ്ട്രാറ്റജി എല്ലാം സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇനി പോകുന്ന റൈറ്റ് അപ്രോച്ച്, എങ്ങനെ വേണം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, റൈറ്റ് അപ്രോച്ചിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു അപ്രോച്ച് എന്താണ്? നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മാക്സിമം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അപ്രോച്ച് എന്താണ്? യെസ്, സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് ആണല്ലോ. കഷ്ടപ്പെട്ട് പഠിക്കുക, അതിന് കൂടെ സ്മാർട്ടായിട്ട് പഠിക്കുക. അതിന് നമ്മളൊരു കോഡ് യൂസ് ചെയ്യും. എന്താ കോഡ്? എന്താണ് ആ ഒരു കോഡ്? യെസ്, AP+KK അല്ലെ? AP എന്ന് വെച്ചാൽ എന്താണ്? ആഴത്തിൽ പഠിക്കുക, KK കറക്കി കുത്താനും പഠിക്കുക. യെസ്, എക്സാക്ട്ലി. എല്ലാവരും അനുദീപ് 1 എന്ന് പറയുന്ന ഐഡിയിലേക്ക് മെസ്സേജ് അയക്കണം. അത് മാതിരി കാണാൻ പറ്റുന്നു. അപ്പോ AP+KK നമ്മുടെ സിലബസിനകത്തുള്ള ഓരോ വേർഡ്സും നന്നായിട്ട് തന്നെ പഠിക്കണം. നമ്മുടെ സമയം നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞാൽ അടുത്ത കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് മുമ്പായിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള സമയം നമുക്കുണ്ട്. എക്സാക്ട്ലി AP+KK. അതിന്റെ കൂടെ അറിയാത്ത ചോദ്യം വരുമ്പോൾ കറക്കി കുത്താനും പഠിക്കണം. ഇതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന മൈൻഡ് സെറ്റ് എന്താണ്? ഒരു UPSC മൈൻഡ് സെറ്റ് ആണ്. സിവിൽ സർവീസ് കാൻഡിഡേറ്റ്സിന്റെ മൈൻഡ് സെറ്റ് ആണ്. അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, എളുപ്പപ്പണിയാണ്. ഇപ്പം UPSC മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വർക്കിന്റെ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക. ആഴത്തിൽ പഠിക്കുമ്പോൾ എവിടെ നിന്ന് പഠിക്കണം?
നിശ്ചിതമായിട്ടുള്ള ബുക്ക് ലിസ്റ്റ് എന്ന് പഠിക്കണം. നമ്മുടെ ചാനലിൽ ബുക്ക് ലിസ്റ്റിന്റെ വളരെ ഡീറ്റെയിൽഡ് വീഡിയോ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വീഡിയോ കണ്ടാൽ മതി. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്ത് ഉണ്ട്, ഹിസ്റ്ററിക്ക് സ്പെക്ട്രം എന്ന് പറയുന്നൊരു ബുക്കുണ്ട് രാജീവ്, എൻവയോൺമെന്റിന് ശങ്കർ IAS ബുക്കുണ്ട്, എക്കണോമിക്സിന് ശങ്കർ ഗണേഷിന്റെ പുസ്തകമുണ്ട്. പിന്നീട് മാത്സിനൊക്കെ നമുക്ക് റാങ്ക് ഫയൽ മതി. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, റീസണിംഗ് റാങ്ക് ഫയലിന്റെ ആവശ്യമുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ബുക്ക് ലിസ്റ്റിനെ പറ്റി വളരെ ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മുടെ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഈ ബുക്ക് ലിസ്റ്റിന്റെ പ്രകാരം നോട്ട്സ് കിട്ടുന്നതാണ്. വെറുതെ ബുക്ക് വാങ്ങിച്ച് കൂടുതൽ സമയം കാണണമെന്നില്ല, വിശാലമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ബുക്ക് ലിസ്റ്റ് ഇത് ഉപയോഗിച്ചാണ് ആഴത്തിൽ പഠിക്കേണ്ടത്. റാങ്ക് ഫയലിന്റെ പ്രസക്തി അന്നും ഇന്നും ഉണ്ട്. പക്ഷേ കോർ സബ്ജക്ട്, GK സബ്ജക്ട്, സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇത് പഠിക്കുമ്പോൾ റാങ്ക് ഫയലിന്റെ പ്രസക്തി പണ്ടത്തെ അത്ര ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ LSTS സ്പെഷ്യൽ ടോപ്പിക്സ്, അല്ലെങ്കിൽ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സ്, അതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ, യൂണിവേഴ്സിറ്റി പുസ്തകങ്ങളിൽ തന്നെ പഠിക്കണം. അതല്ല പക്ഷെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പഠിക്കാനോ റാങ്ക് ഫയൽ പോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സോഴ്സ് വേറെ ഇല്ല. അത് മാത്രം മതി. അപ്പൊ PSC പാറ്റേൺ മാറിയതനുസരിച്ച് നമ്മൾ അതിലൊന്ന് മാറുക, വേറെ കാര്യമില്ല. അപ്പൊ റാങ്ക് ഫയൽ എന്തായാലും വാങ്ങിച്ചോളൂ, നല്ലൊരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ. ഞാൻ ഒരു അക്കാഡമിനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ഒരു ബുക്ക് ഷോപ്പിൽ പോയി നോക്കുക, പേപ്പറിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു അക്ഷരങ്ങളുടെ വലിപ്പം അതൊക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. റാങ്ക് ഫയൽ ഞാൻ എതിരല്ല, പക്ഷെ റാങ്ക് ഫയൽ മാത്രം മതി എന്നുള്ള അഭിപ്രായത്തിനെ ഞാൻ അതിശക്തമായിട്ട് എതിർക്കുന്നു. ഓക്കെ, ബുക്ക് ലിസ്റ്റുകൾ ആ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് ഉറപ്പായും കിട്ടും കേട്ടോ. നമ്മുടെ ബാച്ചിൽ ഞാൻ തന്നേക്കാം. അപ്പൊ ആഴത്തിൽ പഠിക്കേണ്ടത് നിശ്ചിതമായിട്ടുള്ള ബുക്സ് ചെയ്താൽ അറിയാം. ഇത് ടൈം എടുക്കുന്ന പരിപാടിയാണ്, ബിൽഡ് ചെയ്തെടുക്കണം. ഏകദേശം 8 മാസം വേണം നമുക്ക് ആഴത്തിലുള്ള പഠനം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് ചെയ്യാനായിട്ട്. ഡെയിലി ഒരു 8-10 മണിക്കൂർ ഡെയിലി ഇത് പഠിക്കുകയാണെങ്കിൽ അത്ര സമയം വേണ്ട. നമ്മൾ ഇപ്പോഴത്തെ ഒരു റിലാക്സ്ഡ് ആയിട്ട് പഠിച്ച് റിവിഷൻ നടത്തി കൃത്യമായിട്ട് പ്രാക്ടീസിന് 8 മാസം സമയം വേണം. ഡെയിലി 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്താലും മതി. പക്ഷേ സ്മാർട്ട് വർക്കിന്റെ പരിപാടി നമ്മൾ ഇപ്പോൾ ഓർക്കണം. സ്മാർട്ട് വർക്ക്, എലിമിനേഷൻ ടെക്നിക്സ് അല്ലെ, UPSC ഉപയോഗിക്കുന്ന അതേ എലിമിനേഷൻ ടെക്നിക്സ്. അതിനോടൊപ്പം UPSC ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന അവസ്ഥ. പിന്നെ ചെറിയ ചെറിയ പൊടിക്കൈകൾ, ഇതൊക്കെ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിനെ നമുക്ക് നോക്കാം. ഞാൻ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ലായിരുന്നു. ഇപ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കി. ഈ ഒരു ചോദ്യം ഇതിനകത്ത് പല ആൾക്കാരും ചോദ്യം കാണുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ് ആയപ്പോ ലുഡോവിക്കോ ഡി വരാന്തയോ വർദ്ധമയോ എന്താ എക്സാം ഹോളിൽ ഉച്ചരിക്കാൻ പോലും പറ്റാത്ത വാക്കുകളുണ്ട് അല്ലെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ചോദ്യം സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയിലേക്ക് പോയേക്കാം. പക്ഷെ ഇവിടെയാണ് നമ്മുടെ സ്മാർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെ. ഹെർമൻ ഗുഡർട്ടിനൊക്കെ എല്ലാവർക്കും അറിയാം. ഈ കൂട്ടത്തില് ഒരു പരിചയമില്ല. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഏതാ? ഇബിൻ ബത്തൂത്തിന്റെ റിഹ്ള അല്ലെങ്കിൽ റിബ്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ബാക്കിയുള്ള കൺഫ്യൂഷൻ. ഈ കൂട്ടത്തിലുള്ള മറ്റൊരു ഇസ്ലാമിക് പേര് ഏതാ? സൈനുദ്ദീൻ മുക്തു. ഈ കൂട്ടത്തിലുള്ള മറ്റൊരു ഇസ്ലാമിക് പേര് ഏതാ? തുഫത്തുൽ മുജാഹിദീൻ. അപ്പൊ ഇതും മാത്രമല്ലേ കണക്ട് ആവുള്ളൂ. ഇത് ലോജിക് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം B4 ആവുന്ന ഒരേ ഒരു ഓപ്ഷൻ C അല്ലേ? C. ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷെ എക്സാം ഹോളിൽ ഞാൻ പറഞ്ഞ 1.5 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഓർത്തെടുത്ത ആൻസറിലേക്ക് എത്താൻ പറ്റണം. പലപ്പോഴും അതിന് നമ്മൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കറക്റ്റ് കുത്തിന്റെ പരിപാടി വേണം യൂസ് ചെയ്യാൻ. ക്ലിയർ ആയോ? യെസ്. ഇപ്പൊ ഉത്തരം C എന്ന ഉത്തരത്തിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. ഈ ഡേറ്റ അറിയില്ലെങ്കിൽ ഇപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ മിക്ക ചോദ്യങ്ങളും പഠിച്ചാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. പക്ഷെ നമുക്ക് പഠിച്ച ചോദ്യങ്ങൾ മാത്രമേ അറ്റംപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള വാശി പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ പാറ്റേണിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ നോക്കത്തില്ല. PSC നോക്കുന്നത് നമുക്ക് ഒരു ബ്യൂറോക്രാറ്റിക് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല. നമുക്ക് അറിയാത്തൊരു ക്രൈസിസ്, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്മൾ അവിടെ ഇട്ടിട്ട് ഓടുവോ അതോ അതിനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക? നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കും എന്നവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. നമുക്ക് റിസ്ക് എടുക്കാനുള്ള മൈൻഡ് ഉണ്ടോ എന്നൊരു ചെക്ക് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം നോക്കിയാൽ, നിങ്ങൾ എക്കണോമിക്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചോദ്യം എന്താ? ഈ 4 ലിസ്റ്റിനകത്ത് ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കാര്യം എന്താണെന്ന ചോദ്യം. ഇൻകം ടാക്സ്, ഗവൺമെന്റിന് വരുമാനമുള്ള സംഭവമാണ് ഇൻകം ടാക്സ്, ആദായ നികുതി. ഈ കൂട്ടത്തില് എന്തിൽ നിന്നായിരിക്കും ഇൻകം ടാക്സ് ഒഴിവാക്കപ്പെട്ടുണ്ടാവുക? അപ്പൊ നമ്മൾ എക്സാമ്പിൾസ് ബ്രെയിൻ സ്റ്റോം ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി അല്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇപ്പൊ ഞാനൊരു 10 വീടങ്ങ് പണിയും, എന്റെ അംബാനി വന്നൊരു 10 വീടങ്ങ് പണിഞ്ഞ്
10 വീട്ടിൽ നിന്ന് ഒരു മാസം ഒരു 10 കോടി രൂപ ഇൻകം ഉണ്ട്. അപ്പൊ അതിന് പുള്ളി ഇൻകം ടാക്സ് കൊടുക്കണ്ടേ? കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തിനാ തെറ്റാ? അഗ്രികൾച്ചർ മീൻസ് കൃഷി. കൃഷി എന്ന് പറയുന്നത് പൊതുവെ സാധാരണക്കാരന്റെ ഒരു കാര്യമാണ്. അപ്പൊ കൺഫ്യൂഷൻ ആണ് അവിടെ ഇരിക്കട്ടെ. രണ്ടോ, ഇൻട്രസ്റ്റ് ഫോർ ഫിക്സഡ് ഡിപ്പോസിറ്റ്. അദാനിയുടെ കയ്യിൽ 1000 കോടി രൂപ അദാനി ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് മാസം മാസം ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് പുള്ളി ടാക്സ് കൊടുക്കണ്ടേ? അപ്പൊ സിയും വരത്തില്ല. ഇൻകം ഏൺ ത്രൂ വിന്നിങ് ലോട്ടറീസ്. ഒരു പണി ഇല്ലാതിരിക്കുന്ന ഒരു ലോട്ടറി അടിച്ച്, അപ്പൊ അതിൽ നിന്ന് നല്ല രീതിയിൽ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ, ഫ്രീ ബി അല്ലേ, അപ്പൊ അത് അല്ലെങ്കിൽ വിൻഫോൾ അല്ലേ. അപ്പൊ അത് എന്തിനും ഇത് വന്നേ പറ്റത്തുള്ളൂ. ഈ കൂടുതൽ സാധാരണക്കാരന് വേണ്ടുന്ന ഏതാ? കൃഷിയാണ്. അപ്പൊ കൃഷി ചെയ്യുന്ന സാധാരണ കർഷകന്റെ കയ്യിൽ നിന്ന് ഇൻകം ടാക്സ് വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ ടാക്സബിൾ അഗ്രികൾച്ചർ റവന്യൂ ടാക്സ് ഈടാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ലോജിക്കലാണ്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറെ കണ്ടന്റുകൾ വാരി വലിച്ച് ചവറുപോലെ പഠിക്കുന്നതിന് പകരം അതിന്റെ പിന്നിലുള്ള ഫിലോസഫി, കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പഠിക്കണം. നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. വെൽഫെയർ സ്റ്റേറ്റിൽ സാധാരണക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസിഷൻസ് ആണ് ഗവൺമെന്റ് എടുക്കുന്നത്. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു അപ്രോച്ച് മനസ്സിലായോ? നമ്മൾ പണ്ടത്തെ പോലെ കാണാതെ പഠിച്ചിട്ടല്ല ഇപ്പൊ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്, അപൂർവമായിട്ടുണ്ട്. പക്ഷെ പശ്ചാത്തലം മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇപ്പം അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ ചോദ്യം അറിയായിരിക്കും. ഞാൻ ബിഗിനേഴ്സിനെ സംബന്ധിച്ചാണ് ഈ ഒരു ഐഡിയ വരുന്നത്. മനസ്സിലായല്ലോ? യെസ്. ഇതുപോലെ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് സിവിൽ സർവീസ് എക്സാംസിന്റെ ഇൻഫ്ലുവൻസ് ആണ്. UPSC എക്സാംസിന്റെ. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവർ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷ നടത്താറുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ റവന്യൂ സിവിൽ സർവീസ് പരീക്ഷ നടത്താറുണ്ട്. ധാരാളം പരീക്ഷയാണ് ഒരു വർഷം നടത്തുന്നത്. CAPF അല്ലെ, CAPF എക്സാംസ് നടത്താറുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് PSC റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എളുപ്പമല്ലേ? ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ? നമ്മളൊരു 1000 പേജുള്ള റാങ്ക് ഫയൽ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമല്ലേ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ ചോദ്യങ്ങൾ, UPSC ചോദ്യങ്ങൾ പഠിക്കുന്നത്? അതിന്റെ ഒരു 10 പോലും വരില്ലല്ലോ UPSC ചോദ്യങ്ങൾ പഠിക്കാനായിട്ട്. ഉദാഹരണത്തിന് ഒന്ന് നോക്കിയേ. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 1, ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന്. ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് എന്നാ ചോദ്യം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് CDS, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്, UPSC പരീക്ഷയിൽ 2018 ചോദിച്ച ചോദ്യമാണിത്. ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് തെറ്റായുള്ള പ്രസ്താവന എന്തെന്ന്. ഈ ചോദ്യം അതുപോലെ PSC കോപ്പി അടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവരൊക്കെ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളും ക്വസ്റ്റ്യൻ സോഴ്സുകളും ഒന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് അവിടെ കാണും. ഈ ചോദ്യം വർക്ക്ഔട്ട് ചെയ്തിട്ടാക്കും മറ്റേ ചോദ്യം ഈസിയാണ്. സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ കനോട്ട് ഹാവ് ദിയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഭരണഘടന ഉണ്ടാകാൻ പറ്റില്ല. സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അന്നത്തെ കാലത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. പണ്ട് 2018 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാനുള്ള അധികാരമില്ല. അതുകൊണ്ട് കൃത്യമായിട്ടും പറയുന്നത് ഇത് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇൻ ഇന്ത്യ സ്റ്റേറ്റ് ക്യാൻ സീഡ് ഫ്രം ദ യൂണിയൻ. തെറ്റാണ്. ഇൻ ഇന്ത്യ സ്റ്റേറ്റ് കനോട്ട് secede ഫ്രം ദ യൂണിയൻ ഓഫ് ഇന്ത്യ. പറ്റില്ലെന്നാണ് പറയുന്നത്. ഈ ഒരു ഫാക്ട് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. കാര്യം ലക്ഷ്മികാന്ത് എന്നൊരു പുസ്തകമുണ്ട്, ലക്ഷ്മി കോൺസ്റ്റിറ്റ്യൂഷൻ. അതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു നിന്നുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ വരത്തില്ല. ആ പുസ്തകം മാത്രം പഠിച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ സെറ്റ് ആണ്, സേഫ് ആണ്. ഓക്കെ, നമ്മുടെ ബാച്ചിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഞാനും ഉണ്ട്. ഭയങ്കര രസമാണ് ലക്ഷ്മികാന്ത് പഠിക്കാനായിട്ട്. ഒരു ബൈബിൾ പോലെ. അത് പഠിച്ചാൽ പിന്നെ അതിന്റെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം വരാറില്ല. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ മാർക്കൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് എഗ്രിമെന്റ് ബൈ യൂണിറ്റ് അല്ലെ. രണ്ടാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോ അതാണ് ഇതിന്റെ ആൻസർ A ആണ്, A അല്ലെ. ഇതിനകത്ത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ്, D ആണ്. നമ്മുടെ യൂട്യൂബിനകത്ത് ഞാൻ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. PSC കുത്തും കോമയും പോലും വിടാതെ അതേപടി UPSC ചോദ്യങ്ങൾ കോപ്പി പേസ്റ്റ്. ഇതിപ്പം ചെറിയ മാറ്റം ഉണ്ടെന്നെങ്കിലും പറയാം. കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമ്പ്രദായം ഉണ്ട്. നമുക്കതൊരു അവസരമാണ്, അതൊരു ചലഞ്ച് അല്ല. നമുക്ക് എങ്ങനെ എന്നാണ് നമുക്ക് നല്ലത്. നമുക്ക് ഇഷ്ടം പോലെ, ഇപ്പൊ നിങ്ങൾ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ് അല്ലെങ്കിൽ വീട്ടമ്മയാണ്, പഠിക്കാനുള്ള സമയം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ സാധിക്കുമല്ലോ അല്ലെ. യെസ്. അപ്പൊ അതാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ളത് PSC തന്നെ മറ്റൊരു പ്രശ്നത്തിലേക്കാണ്. ഈ ഒരു ചോദ്യം നോക്കിയേ. അമേരിക്കൻ വിപ്ലവത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്ത് അല്ലെ. ഇപ്പൊ വേൾഡ് ഹിസ്റ്ററി നമ്മുടെ ബാച്ചിനെ പഠിച്ചു ഞാൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആണ് വേൾഡ് ഹിസ്റ്ററി.
ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ ബി ആണ്. പക്ഷെ പി എസ് സിയുടെ ആൻസർ ഈ കൊടുത്തുള്ള സി ആണ്. ഇത് പി എസ് സിയുടെ ഫൈനൽ ആൻസർ തെറ്റാണ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോയിട്ടും ആ ചോദ്യം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് വിഷമം വരും. സാരമില്ല, അത് പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷെ അത് എത്ര ആൾക്കാർ ഇതിനെ ഓവർകം ചെയ്യുന്നുള്ളതനുസരിച്ചിരിക്കും അയാളുടെ വിജയം ഇരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമുള്ള ചോദ്യപേപ്പർ അല്ലല്ലോ, എല്ലാവർക്കുള്ള ചോദ്യപേപ്പർ അല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി. പക്ഷെ ഇതിൽ നിന്നൊരു അപ്രോച്ച് നിങ്ങൾ എടുക്കണം. ഇതിനുള്ളൊരു ഫണ്ണി അപ്രോച്ച് ഉണ്ട്. നോക്കിയേ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ എന്തെന്നാ ചോദ്യം. ഇത് കണ്ടോ, ഇൻടോളറബിൾ ആക്ട്, സഹിക്കാൻ പറ്റാത്ത മോശപ്പെട്ട നിയമങ്ങൾ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചും കറക്റ്റ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റിലേറ്റഡ് ടു ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവില്ലേ? ഇത് കോമൺ തീമാണ്, ലോകത്ത് എല്ലായിടത്തും ശരിയാണ്. ആഫ്രിക്കയിലെ കാര്യത്തിൽ ഇത് ശരിയാവും. ഇൻടോളറബിൾ ആക്ട്സ് ഇതൊരു സീരീസ് ഓഫ് ആക്ട് ആണ്, പക്ഷെ ഇവിടെ അങ്ങനെ പറയുന്നില്ല. സഹിക്കാൻ പറ്റാത്ത വളരെ മോശപ്പെട്ട നിയമങ്ങൾ എന്നുള്ള മീനിങ്ങിൽ ഇവിടെ പറയുന്നുള്ളൂ. ഇൻടോളറബിൾ ആക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സെഗ്മെന്റ് ആണ്. തൽക്കാലം അങ്ങോട്ടേക്ക് പോകട്ടെ. എന്നാൽ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ആഫ്രിക്കൻ റവല്യൂഷൻ ആയിക്കോട്ടെ, ഉഗാണ്ടയിലെ റവല്യൂഷൻ ആയിക്കോട്ടെ, ചൈനീസ് റവല്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യത്തെ റവല്യൂഷൻ ആണെങ്കിൽ പോലും ആ രാജ്യത്തുള്ള മോശപ്പെട്ട നിയമങ്ങളാണ് മിക്കവാറും റവല്യൂഷൻസിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനെ സംബന്ധിച്ചാണെങ്കിലും. അപ്പം ഇത്തരം മോശപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ പി എസ് സിക്ക് അബദ്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് ക്ലൂസ് കിട്ടും പി എസ് സി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളത്. അത് കൃത്യമായിട്ട് പഠിച്ചങ്ങ് പോവുക. പക്ഷെ ഇതൊരു അൺഫോർച്ചുനേറ്റ്ലി ഞാൻ റിയാലിറ്റി, അതായത് നല്ലതും ചീത്തയും എല്ലാം പറയണമല്ലോ, റിയാലിറ്റി ചെക്കാണ് നിങ്ങൾക്ക് തന്നത്. ഇതുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ഇനിയും വന്നേക്കാം. പക്ഷെ സാരമില്ല, നമുക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ള ചോദ്യങ്ങളും മാർക്കും പി എസ് സി ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. നമുക്കത് മതി. ഓക്കെ, ഇതാണ് മറ്റൊരു ഇഷ്യൂ. ഈ ചോദ്യമൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ അത്യാവശ്യം ഡെപ്തിലുള്ള ചോദ്യമാണ്. ഈ ചോദ്യം വായിച്ചു നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ ഇതിനകത്തില്ല. ഇത് ക്യാൻസൽഡ് ആയ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് ഈ ഒരു കോൺഫിഡൻസിൽ പഠിക്കണം. ഒരു ചോദ്യം വരുന്നു, അതിൽ ഇത്തരം ചില ഇഷ്യൂസ് കാണും. അപ്പൊ ചില ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ എക്സാമ്പിൾ 5 മിനിറ്റ് നിങ്ങൾ ഈ ചോദ്യത്തിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്തെങ്കിൽ വേസ്റ്റ് ആണത്. ക്യാൻസൽഡ് ആയ ചോദ്യമാണ്. കാര്യം ബേസിക് ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ ബിഗിനേഴ്സ് കണ്ട് പേടിക്കേണ്ട, ഇതിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കുമ്പോൾ തന്നെ കറക്റ്റ് ഓപ്ഷൻ ഒരെണ്ണം പോലും ഇതിനകത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാം ഹോളിൽ വെച്ച് തന്നെ ക്ലിക്ക് ആവണം ഇത് ക്യാൻസൽഡ് ആയിക്കോളും, നമ്മൾ ഇതിന്റെ പുറകെ പോകേണ്ടതാണ്, അവിടെ വെച്ച് തന്നെ ക്ലിക്ക് ആവണം. അതാണ് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് പി എസ് സിയുടെ സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സിലബസ് കവർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് റാങ്ക് നേടാനുള്ള മാർക്ക് അതിന് കിട്ടും. അതിന് പുറത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് ആർക്കും കിട്ടാത്ത ചോദ്യമായിരിക്കണം. മനസ്സിലായല്ലോ? ആ ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ ഈ ചോദ്യം നന്നായിട്ട് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറിയാം ഈ ചോദ്യത്തിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഇല്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അതിനകത്ത് വെറുതെ കൂടുതൽ സമയങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ഈ നിലവാരത്തിൽ പഠിക്കണം. മനസ്സിലായല്ലോ? ഒരു ചോദ്യത്തിന് ഉത്തരം അറിയാത്തത് കൊണ്ടല്ല നമ്മളോട് സ്കിപ്പ് ചെയ്യുന്നത്, ചോദ്യത്തിന് ഉത്തരം ഇല്ലാത്തത് കൊണ്ടാണ്. നോ പ്രോപ്പർ ആൻസർ വാട്സ് എവർ. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു നിലവാരത്തിൽ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിൽ തന്നെ പഠിക്കുക. നമ്മൾ ഇവിടുത്തെ ക്ലാസ്സസ് നമ്മൾ അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബ്രെയിൻ സ്റ്റോം വിശാലമായിട്ട് കാണും. എന്റെ ഒരു സസ്പീഷൻ ഇതാണ്, പി എസ് സി മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ എക്സാം പോലെ നമ്മുടെ ടൈം മാനേജ്മെന്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് മികച്ച ഒരു വഴിയാണ്. അടുത്ത കാലത്ത് യു പി എസ് സിയിൽ ഇത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. പണ്ട് കാലത്ത് യു പി എസ് സിയിലെ ചോദ്യങ്ങൾ ക്യാൻസൽ ആവില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെയും ക്യാൻസൽ ആവുന്ന ചോദ്യങ്ങൾ അവർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ടൈം മാനേജ്മെന്റും സ്ട്രെസ് മാനേജ്മെന്റും ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു മനഃപൂർവ്വം പ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഈ പി എസ് സിയിൽ ഉത്തരവിടുന്ന ആൾക്കാർ നല്ല വിവരമുള്ള ആൾക്കാരായിട്ടോ. അവർക്ക് ഇത്ര സില്ലി മിസ്റ്റേക്സ് വരുന്നതിന്റെ കാര്യമില്ല. നമുക്ക് എന്താണെന്ന് അറിയില്ല, എന്തായാലും ഇതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പി എസ് സി കണ്ണിങ് ആയിട്ട് പെരുമാറുകയാണെങ്കിൽ നമ്മൾ അതിനേക്കാൾ കണ്ണിങ് ആയിട്ട് പഠിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ചോദ്യം ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ പറയണം. പഠിച്ചിട്ടുള്ള ആൾക്ക് അങ്ങനെ പറഞ്ഞൊന്നുമില്ല. അതെ, ഇപ്പൊ ക്യാൻസർഡ് ആയിട്ടുള്ള ചോദ്യം അറ്റൻഡ് ചെയ്താൽ നെഗറ്റീവ് ആവില്ല കേട്ടോ. അറ്റൻഡ് ചെയ്താൽ നെഗറ്റീവ് ആവില്ല. അത് നല്ലൊരു ചോദ്യമാണ്, നെഗറ്റീവ് ആവില്ല. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് പറയണം. ഇത് നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ക്ലാസ്സിലുണ്ട്, യൂട്യൂബിൽ വീഡിയോ ആണ്. ഇതിന്റെ ആൻസർ എന്ത് വരുമെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേ. ഒരു കൂൾ പണി ഞാൻ തരാം. ഇതിപ്പം ഫേസ്ലെസ് അസസ്മെന്റ് എന്നാണല്ലോ പറയുന്നത്. ഫേസ്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നോക്കാതെ അല്ലെങ്കിൽ ആളെ നേരിട്ട് കാണാതെയുള്ള പരിപാടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഓപ്ഷൻ ഏതാന്ന് നോക്കിയാൽ മതി. അത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ
കമന്റ് ചെയ്യാം. ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ, എത്ര ആൾക്കാർ കറക്റ്റ് കമന്റ് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. ചോദ്യം വായിച്ചു നോക്കിയിട്ട് സമാധാനമായിട്ട് കമന്റ് ചെയ്താൽ മതി. യെസ്, വെരി ഗുഡ് നിതിൻ. അപ്പൊ അതിന്റെ അപ്രോച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പണ്ടത്തെ കറണ്ട് അഫെയർ ആണ്, എന്നിട്ടും നിങ്ങൾക്ക് ഇപ്പം ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത്. ഇതാണ് സ്മാർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ആൻസർ ഇപ്പൊ ഔട്ട് ലൗഡ് വിളിച്ച് പറയുന്നില്ല. യൂട്യൂബിൽ ഈ വീഡിയോ ആൾക്കാരെന്ന് കമന്റ് ചെയ്യാം. ഞാൻ വീഡിയോ റെക്കോർഡിങ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം ബാച്ചിനെ സംബന്ധിക്കുന്ന നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബാച്ചിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ടെലിഗ്രാം മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.